രമ അഭിലാഷ്, ഇപ്പോൾ ഗവർണർ അതിനുശേഷം വിധിക്ക് ശേഷം തമിഴ്നാട് ഗവർണർ എങ്ങനെ പെരുമാറുന്നു, പുറത്തെന്ത് പറയുന്നു എന്നുള്ളത് കോടതിയെ സംബന്ധിച്ചുള്ള കാര്യമല്ല. പക്ഷേ കാണിക്കുന്ന ജനങ്ങൾ കാണുകയാണല്ലോ, ഈ രാജ്യം കാണുകയാണല്ലോ. അപ്പോൾ അതിലൊരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. താങ്കൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രപതിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരുപടി മുന്നോട്ട് പോയോ എന്ന സംശയം താങ്കൾക്കുണ്ട് എന്ന്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രപതിക്ക് പിഴവ് പറ്റിയാൽ ആര് തിരുത്തുമെന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. നിയമത്തിന് അതീതരാണ് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എന്നൊക്കെ കരുതാനാകുമോ? രണ്ട് ചോദ്യങ്ങൾക്കും മറുപടി പറയാം സ്മൃതി. ആദ്യം ഗവർണർ എങ്ങനെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് വിധിക്ക് ശേഷം. ഗവർണർ എങ്ങനെ ബിഹേവ് ചെയ്താലും ഗവർണറിന്റെ ഒപ്പില്ലാതെ 10 ബില്ലുകളാണ് നിയമമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എത്ര അസംതൃപ്തി പ്രകടിപ്പിച്ചാലും ലോ ഓഫ് ദ ലാൻഡ് ഈസ് ക്ലിയർ. അതിനകത്ത് പിന്നീട് കാണിക്കുന്ന അസംതൃപ്തി എന്ന് പറഞ്ഞാൽ അത് പിണക്കെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തൊരു വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടില്ല. കോടതിയുടെ ഉത്തരവല്ലേ നിയമം. പിന്നെ രണ്ടാമത്, ഇപ്പോ രാഷ്ട്രപതിയുടെക്ക് ഡയറക്ഷൻ എങ്ങനെ കൊടുക്കുന്നു. അപ്പൊ രാഷ്ട്രപതി രാഷ്ട്രീയമായിട്ട് തീരുമാനിക്കുമ്പോൾ, പ്രത്യേകിച്ചും രാഷ്ട്രപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമർജൻസി ലൈറ്റ് പോലെയാണ്. എപ്പോഴും കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രം പ്രവർത്തിക്കുവാൻ ഭരണഘടനാപരമായിട്ട് വിധിക്കപ്പെട്ട, എന്നാൽ ചില സാഹചര്യങ്ങളിൽ എമർജൻസി ലാമ്പ് കത്തുന്നത് പോലെ ഭരിക്കാൻ മന്ത്രിസഭ ഇല്ലാതെ വരുമ്പോൾ മാത്രം കത്തുന്ന ഒരു സംഭവമാണ് രാഷ്ട്രപതി, എല്ലാ ബഹുമാനത്തോടും കൂടി. അപ്പൊ രാഷ്ട്രപതിക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഒരു 2 അംഗ ബെഞ്ച് തീരുമാനിക്കുന്നതിനകത്തെ നിയമവിരുദ്ധതയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ആർട്ടിക്കിൾ 145 ക്ലോസ് 3 ഉണ്ട്. ഇതുവരെ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ലാത്ത നിയമ ചോദ്യങ്ങളായതുകൊണ്ട് 145(3) മറച്ചു വെച്ചുകൊണ്ട് ഞാനത് സംസാരിക്കുകയാണെങ്കിൽ ഞാനൊരു പ്രൊപ്പഗാൻഡിസ്റ്റ് മാത്രമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പം കോടതി വിധികൾ വരും, സർക്കാരുകൾ വരും പോകും. ആത്യന്തികമായിട്ട് നിലനിൽക്കുന്നത് ഭരണഘടനയിൽ ഉണ്ടായിരുന്ന വ്യാഖ്യാനങ്ങളാണ്. 15 വർഷം 20 വർഷം കഴിയുമ്പോഴും ഇത്തരത്തിലൊരു കീഴ്വഴക്കം വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 145 ക്ലോസ് 3 അവിടെ അപ്രസക്തമായി പോവുകയാണ്. ശ്രീ കാളീശ്വരൻ രാജ് പറഞ്ഞ ഇതിനോട് ചേർത്ത് വെക്കാനുള്ളതുകൊണ്ടാണ്. പറഞ്ഞോട്ടെ, എനിക്ക് മറുപടി തരാം. അതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ ഒക്കും. ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു ഒന്ന് പൂർത്തിയാകട്ടെ. ശ്രീ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിന് അലക്ഷ്യ നടപടി എടുത്തൊന്നും അതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ എൻ്റെ ഒരു ആത്മരോഷം കൊണ്ട് അലക്ഷ്യ നടപടി എടുക്കണമെന്ന് പറഞ്ഞാലും കോടതി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന അഡ്ജൂഡിക്കേഷനിൽ മാത്രമാണ്. ജസ്റ്റിസ് QR കൃഷ്ണയ്യർ പറഞ്ഞ പോലെ നീതിയുടെ രഥം മുന്നേറുമ്പോൾ അസംതൃപ്തരായിട്ടുള്ള ആൾക്കാർ വഴിയിൽ പലതരത്തിലുള്ള ശബ്ദവും ഉണ്ടാക്കും. പക്ഷെ നീതിരഥത്തിനെ ഇതൊന്നും ബാധിക്കുകയില്ല. അപ്പൊ കോടതി ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ പോകാനാണ് എല്ലാ തരത്തിലും സാധ്യത. ഇനി താങ്കളുടെ ചോദ്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ 2 അംഗ ബെഞ്ച് തീരുമാനമെടുത്തതിനെ കുറിച്ച് താങ്കൾ അഭിപ്രായം പറഞ്ഞല്ലോ. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് എന്ന മാതൃഭൂമി എഡിറ്റ് പേജിൽ എഴുതിയിരിക്കുന്ന ലേഖനം, ഭരണഘടനയുടെ 145(3) അനുച്ഛേദം അനുസരിച്ച് ഭരണഘടനാ വ്യാഖ്യാനം സംബന്ധിച്ച ഗണ്യമായ നിയമപ്രശ്നങ്ങൾ ഉൾപ്പെട്ട കേസുകൾ കുറഞ്ഞത് 5 ന്യായാധിപർ അടങ്ങിയ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കണം. എന്നാൽ കേസുകളിൽ ഇത്തരം ഗണ്യമായ നിയമപ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പ്രാഥമികമായി തീരുമാനിക്കേണ്ടത് കേസ് പരിഗണിക്കുന്ന ന്യായാധിപർ തന്നെയാണ്. സുപ്രീം കോടതിയിലെത്തുന്ന ഏതാണ്ട് എല്ലാ കേസുകളിലും ഭരണഘടനാ വിഷയങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ ഉൾപ്പെട്ടേക്കാൾ. അങ്ങനെ വരുമ്പോൾ എല്ലാ കേസുകളും ഭരണഘടനാ ബെഞ്ച് തന്നെ പരിഗണിക്കണമെന്ന് പറയാനാവില്ല എന്നൊരു വാദം കൂടിയുണ്ട്. അതിനോട് താങ്കളുടെ അഭിപ്രായം? വളരെ വളരെ ശക്തമായിട്ട് ബഹുമാനപൂർവ്വം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് വിയോജിക്കുകയാണ് ചെയ്യുന്നത്. ഭരണഘടനയുടെ 361 വകുപ്പിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റിനെയോ ഗവർണറെയോ പാർട്ടിയാക്കി വെക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. പ്രസിഡന്റിന്റെയോ ഗവർണറുടെയോ തീരുമാനത്തിനെ അസാധുവായിട്ട് പ്രഖ്യാപിക്കുവാൻ കോടതിക്ക് കഴിയും. അതിപ്പോഴും കഴിയും, അത് എപ്പോഴും കഴിയണം, അങ്ങനെ കഴിഞ്ഞിരിക്കുകയും വേണം. പക്ഷെ എങ്ങനെയാണ് ഈ കേസിൽ ഗവർണർ 1ാമത്തെ പാർട്ടിയായിട്ട് വന്നത്? നോട്ടീസ് ഇഷ്യൂ ചെയ്തത് രണ്ടാമത്തെ റെസ്പോണ്ടന്റ് ആയിട്ടിരുന്ന കേന്ദ്ര സർക്കാരിനോട് മാത്രമല്ലേ? 361 വകുപ്പ് പ്രകാരം ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഗവർണറെ 1ാം കക്ഷിയാക്കി എങ്ങനെയാണ് ഇത് വന്നത്? ഭരണഘടനയുടെ 200-ാം അനുച്ഛേദത്തിന്റെ പ്രൊവൈസോ പ്രകാരം ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സഭയിലേക്ക് ബില്ല് തിരിച്ചയക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആ അർത്ഥം 200-ാം വകുപ്പിലേക്ക് കൽപ്പിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ആ വ്യാഖ്യാനം എന്താ, പുതിയതല്ലേ? ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസിനോട് പൂർണ്ണമായിട്ടും ഫിഡിലിറ്റി പുലർത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള പ്രൊപ്പഗണ്ടയ്ക്കും വിധേയനാകാതെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആര് വന്നാലും ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് താനും. കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ഫണ്ടമെന്റൽ ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് സമയത്തും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല. യു ഹാവ് ടു ബി ലോയൽ ടു ദ ഒറിജിനലിസം ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഔട്ട്കമ്മിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഔട്ട്കം എന്ന് വെച്ചാൽ കോടതിയുടെ ഉത്തരവിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുമ്പോൾ തന്നെയും
കോടതി ആ നടപടിയെടുത്ത രീതിയോട് വിയോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന പ്രീസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരുപക്ഷെ അത് അഹിതകരമായിട്ടുള്ള രീതിയിലുള്ളതായിരിക്കാം. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് തീരുമാനിച്ചിരുന്നുവെങ്കിൽ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ആധികാരികത ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രസക്തമാകുമായിരുന്നു. പഞ്ചാബ് കേസിലും ഇതൊന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അല്ല ഡിസിഷൻ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ജസ്റ്റിസ് നബാം റാബിയ കേസിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഗവർണർക്ക് അരവിന്ദ് രാജ്കോവയ്ക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് പിന്നീട് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അത് വിഡ്രോ ചെയ്യേണ്ടി വന്നത്? അരവിന്ദ് രാജ്കോവയ്ക്ക് ജസ്റ്റിസ് കെഹാർ അധ്യക്ഷനായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് 2016 നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അടുത്ത തവണ വന്നപ്പോൾ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നോട്ടീസ് റീകോൾ ചെയ്തു, ഓർഡർ റീകോൾ ചെയ്തു. അപ്പം വിധിയോടുള്ള വിയോജിപ്പല്ല സ്മൃതി. ആ പറഞ്ഞതിന്റെ ഒരു സ്പിരിറ്റ് മനസ്സിലാക്കാൻ. ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഇറ്റ്സ് ഓൾവേസ് ഗൈഡഡ് ബൈ ഇറ്റ്സ് ഓൺ പ്രിൻസിപ്പിൾസ്. 145 ക്ലോസ് 3 മാനദണ്ഡം ആദ്യമായിട്ടാണ് ചരിത്രം സൃഷ്ടിച്ചു എന്ന് ഞാൻ അതിനോട് പ്രതികരിച്ചതാണ് ഒരു ചാനലിൽ. ഇത് ചരിത്രമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ചരിത്രം രചിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ ഒരു കേസ് പോലെയല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രസിഡന്റിന്റെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ ബില്ല് നിയമമാകുന്നത് ഇറ്റ്സ് എ സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ആസ് ടു ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് അഞ്ചംഗ ബെഞ്ച് കേൾക്കരുത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് അമൗണ്ട്സ് ടു സബോട്ടാഷിംഗ് ആർട്ടിക്കിൾ 145 ക്ലോസ് 3. ഏത് ഡിബേറ്റിനും ആരുമായിട്ട് ഞാൻ തയ്യാറാണ്. ഡോക്ടർ സമ്പത്തിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ശരി, ശ്രീ സമ്പത്ത്, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ഇദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീ അഭിലാഷ് പറഞ്ഞ കാര്യം അത് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഏതാനും മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്ത് തീരുന്നതല്ല. ഞാൻ അതിലൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്, ഈ ഭാഗം 19 മിസ്ലേനിയസ് എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ അതിൻ്റെ പാർട്ട് 19 ആർട്ടിക്കിൾ 361 1 ആണ്. ആർട്ടിക്കിൾ 361 1 ഭാഗമാണ് അദ്ദേഹം പറഞ്ഞത്. അതിലെ തന്നെ ഖണ്ഡിക 2 അതിൻ്റെ 361(2) അല്ല ഞാൻ പറഞ്ഞത്, 361(1) കഴിഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ഖണ്ഡികയിൽ പറയുകയാണ്, പ്രൊവൈഡഡ് ദാറ്റ് ദ കോണ്ടക്ട് ഓഫ് ദി പ്രസിഡൻറ്റ് മേ ബി ബ്രോട്ട് അണ്ടർ റിവ്യൂ ബൈ എനി കോർട്ട്, ട്രിബ്യൂണൽ ഓർ ബോഡി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അതായത് രാഷ്ട്രപതി ഇക്കാര്യത്തിൽ രാഷ്ട്രപതിയുടേതായിട്ടുള്ള കോണ്ടക്ട്, രാഷ്ട്രപതിയുടേതായിട്ടുള്ള നടപടി ഏത് കോടതിയുടെയും എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടേതായിട്ടുള്ള റിവ്യൂവിന് അത് ബാധകമല്ലയോ? ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ ജുഡീഷ്യൽ റിവ്യൂവിൽ ഇപ്പോൾ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ വന്ന ഒരു വിഷയം ഡോക്ടർ സമ്പത്ത് ഇത് പറയുന്നത് ആർട്ടിക്കിൾ 65 രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ്. രാഷ്ട്രപതിയുടെ തീരുമാനങ്ങൾ എപ്പോഴും ജുഡീഷ്യൽ റിവ്യൂവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. യു ആർ ടോക്കിംഗ് അബൌട്ട് എ പ്രൊവൈസോ വിച്ച് ഈസ് സ്പെസിഫിക്കലി റെഫറിംഗ് ടു ആർട്ടിക്കിൾ 61. അല്ലല്ല ഇംപീച്ച്മെന്റിനെ കുറിച്ചല്ല. ഇംപീച്ച്മെന്റിനെ കുറിച്ചാണെങ്കിൽ ഞാൻ പറയേണ്ടത് വൈസ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ കുറിച്ചാണ്. കാരണം ഈ ഇന്ത്യയുടെ രാജ്യസഭയിൽ നടാടെയാണ് രാജ്യസഭാ അംഗങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യസഭയിൽ അംഗങ്ങൾ അത്തരത്തിൽ വൈസ് പ്രസിഡന്റിനെതിരായി ഇംപീച്ച്മെന്റ് മോഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യമില്ല ഇവിടെ. ഇതേ ഉള്ളൂ ഇതിലിപ്പോ പ്രൊവൈഡഡ് ദാറ്റ് ദി പാർട്ട് 19 മിസ്ലേനിയസ് അതിനകത്ത് താങ്കൾ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണേഴ്സ് ആൻഡ് രാജ് പ്രമുഖ്സ് എന്നുള്ളത് ആർട്ടിക്കിൾ 361(1) സമ്മതിച്ചു, അതങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് എഴുതിയിട്ടുള്ളത് provided that the conduct of the president may be brought under review by any court, tribunal or body appointed or designated by either house of parliament for investigation of a charge under article 61. ഇത് ഈ പറയുന്ന അവസാനം പറയുന്നത് ആർട്ടിക്കിൾ 61-ന്റെ. പക്ഷെ കോടതിയിലല്ല ഇംപീച്ച്മെന്റ്. ഞാൻ അതല്ല പറഞ്ഞത്. അതെവിടെയാണ് വരുന്നത്? Proviso is only about impeachment. Proviso നിങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ രാഷ്ട്രപതിയുടെ തീരുമാനങ്ങൾ, ഓർഡേഴ്സ്, രാഷ്ട്രപതിയുടെ ഏത് തീരുമാനത്തിനെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ കഴിയും. എനിക്ക് അതിനോടൊരു വിയോജിപ്പില്ല. രാഷ്ട്രപതി ഇപ്പോ ബീഹാർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡിസൊല്യൂഷൻ കേസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ, നമ്മൾ രണ്ടുപേരും ഒരിടത്തെത്തുകയാണ്. പക്ഷെ അത് ഈ പ്രൊവൈസോ വേണ്ട. നമ്മളിപ്പോ ശരി, നിങ്ങൾ യോജിപ്പിലെത്തിയ സ്ഥിതിക്ക് ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഞങ്ങൾ ക്ലാരിറ്റി വന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.